രാജ്യത്തിലെ കള്ളപ്പണം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് 2016 നോട്ട് നിരോധന നിയമം കൊണ്ടുവന്നതെന്ന് മോദി ഗവൺമെന്റ് അവകാശപ്പെട്ടിരുന്നു. ഇതേ മോദി തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്റെ അരമണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലുള്ള കള്ളപ്പണം അവർ ടെമ്പോകളിലാക്കി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഈ 7 വർഷം കഴിഞ്ഞിട്ടും കള്ളപ്പണം ഇന്ത്യയിലുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഫ്ലോപ്പായി പോയെന്നാണോ? മോദിയുടെ അരമണിക്കൂർ നീണ്ട പ്രസംഗത്തിന് അരമിനിറ്റിൽ രാഹുൽ ഗാന്ധി വ്യക്തമായി മറുപടി പറഞ്ഞിരുന്നു. അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മോദി EDയോടും CBIയോടും ഈ കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നില്ല? നിർമ്മല സീതാറാം എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മറ്റൊരു പാർട്ടിയെ അവഹേളിക്കാനാണോ മോദി ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പറയുന്നത്? ഏതായാലും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം കൃത്യമാണ്. ആദ്യമായാണ് മോദി അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ ഇത്രയും പരസ്യമായി വിളിച്ചു പറയുന്നത്.